ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം പുതിയ ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലത്തെ ഗ്ലാസ് ബീഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഷൈനിങ് ഉള്ള ബ്രേസ്ലെറ്റ് ബീഡാണ് കേട്ടോ. നല്ല അത് നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല അടിപൊളി ബീഡ്സ് ആണ് ഇപ്പം എടുത്തിട്ടുള്ളത്. ചെറിയ ഒരു ടൈപ്പാണ് കേട്ടോ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഒരു മോഡൽ കേട്ടോ, ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന സാധനം. അടുത്ത് ഞാൻ ബ്രേസ്ലെറ്റ് ബീഡ് കുറച്ച് കളേഴ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ക്രാക്കഡ് ഐറ്റം ബീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്ലാക്ക് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറിൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി കുറച്ച് ഐറ്റംസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എല്ലാം വന്നിട്ടുണ്ട്. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. ക്രിസ്റ്റൽ ബീഡ് മുമ്പെടുത്ത് ഒരു റൗണ്ട് ഷേപ്പ് എടുത്തത് പെട്ടെന്ന് തന്നെ തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ക്രിസ്റ്റലിൽ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സിൽവർ എടുത്തിട്ടുണ്ട്, ഗോൾഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൾട്ടി കളറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സിൽവറും മൾട്ടി കളറൊക്കെ കസ്റ്റമർ ചോദിച്ചതനുസരിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല നല്ല ഷൈനിങ് ആണ് കേട്ടോ. പിന്നെ ഈ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ. റൗണ്ട് നമുക്ക് ഡ്രസ്സിലാണെങ്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ബീഡ്സ് ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതുപോലത്തെ കങ്കൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കങ്കൂസ് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വൈറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ബ്ലാക്കും വൈറ്റും കൂടെ പിന്നെ ഒരുമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടയോ എടുക്കുകയോ മാലയൊക്കെ ചെയ്താൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതാണ് ഞാൻ വീണ്ടും എടുത്തത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കാറ്റലോഗിലൊക്കെ ഇടുന്നതാണ്, ഇതിലോട്ട് ഇടുന്നതാണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ നല്ല നൂല് പോലെ, നൂലിനെയും കാട്ടിയിട്ട് നല്ല നൈസാണ് കേട്ടോ ഈ കങ്കൂസ് വന്നിട്ട്. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഇതാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഡോട്ടഡ് ബീഡ്സിൻ്റെ ബ്ലാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നൈലോൺ ഇലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റാണ് മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്കും കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. പിന്നെ വൈറ്റ് എനിക്ക് കൂടുതലും വൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന ഗോൾഡ് ബോ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് കുറേ നാളുകൊണ്ട് ചോദിക്കുന്നതാണ് ഗോൾഡ് ബോ വന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഗോൾഡ് ബോ വന്നിട്ടുണ്ട് 3mm. പിന്നെ ഫോം ഫ്ലവർ ഈ 2 കളർ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അങ്ങനെ ഈ 2 കളറും വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് സ്റ്റോൺ ലേസ് ആണ് കേട്ടോ. ഇങ്ങനെ സ്റ്റോൺ ചെയിന് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുള്ള ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ലേസാണ്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ 2 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു മജന്ത കളറും പിന്നെ സിൽവർ കളറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ലേസാണ്, ഫ്ലവർ ലേസ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇന്ന് കാണിക്കുന്നില്ല. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ക്യാൻകേന് 1.5 ഇഞ്ചിൻ്റെ ക്യാൻകേന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗിയർ വെയർ വന്നിട്ടുണ്ട്. 0.3ഉം 0.4ഉം പിന്നെ ഗോൾഡും സിൽവറും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഗ്ലിറ്റർ വന്നിട്ടുള്ള ലേസ് ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല നല്ല ഷൈനിങ് ആണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു ലേസാണ് കേട്ടോ ഇത്. ഞാൻ ഓപ്പൺ ചെയ്ത് പിന്നീട് ഫോട്ടോ ഗ്രൂപ്പിലിടുന്നതാണ്. ഇതിപ്പോൾ ഓപ്പൺ ആവുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വന്നിട്ടുണ്ട്. 50 വാട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗണ്ണ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചെയിന് വന്നിട്ടുണ്ട്. ഈ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ ചെയിൻ മാത്രം തന്നെ ഫുൾ റോൾ ഇല്ലാതിരുന്നത്. അങ്ങനെ ഞാൻ ഈ ചെയിൻ ഞാനിങ്ങനെ ഫുള്ളായിട്ട് എടുത്തു കേട്ടോ.
അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ മീറ്റർ കണക്കിനും കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ സിൽവറിൻ്റെ പോളൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മക്കളെ ഐറ്റം. ഇത് ഞാൻ കുറേ നാളുകൊണ്ടേ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്ലിറ്ററിൻ്റെ ഒരു ബോയിലൊക്കെ വയ്ക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗി, നേരിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഇങ്ങനെ മുടി മെടഞ്ഞതുപോലെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ മൾട്ടി കളറ്, പിന്നെ ഞാൻ ബ്ലാക്കും സിൽവർ സ്റ്റോൺ വരുന്ന അതും, പിന്നെ ഇതെടുത്തിട്ട് റോസ് ഗോൾഡിൻ്റെ ടൈപ്പുള്ളതും, പിന്നെ പ്യുവർ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യുന്ന ബോയിലൊക്കെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സിംഗിൾ ലെയറായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം, ഇല്ലാതെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇല്ലാതെ നമുക്ക് ഒരു ലെയറിൽ വേണമെങ്കിലും ബോയോ ക്ലിപ്പിലോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലോണം ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു മീറ്ററിനൊക്കെ 120 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് മാത്രം അതിൻ്റെ വർക്കുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ആവുന്നത് കേട്ടോ. മീറ്റർ കണക്കിനാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി കളേഴ്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇലാസ്റ്റിക് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. 2 സൈസാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആവുന്നില്ല കേട്ടോ. ഇതാണ് സൈസ് കേട്ടോ വരുന്നത്. ഇതാണ് സൈസ് വരുന്നത്. നല്ല എലാസ്റ്റിക് ആണ് കേട്ടോ. ഇനി ഞാൻ മറ്റേതും കൂടെ കാണിച്ചു തരാം. ഇത് നമുക്ക് സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഇലാസ്റ്റിക് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ചെറുതാണ് കേട്ടോ. നല്ല ചെറിയൊരു സൈസാണ് വരുന്നത്. ഇതിൻ്റെ തുടക്കം കാണുന്നില്ല, ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് സ്ക്രഞ്ചീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പിന്നെ വരുന്നത് ഓഫ് വൈറ്റിൻ്റെ പേൾമുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലവേഴ്സ് മുമ്പ് എൻ്റെ അടുത്ത് ഇരുന്ന ഫ്ലവേഴ്സിൻ്റെ വേറൊരു ടൈപ്പ് കളേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഡോളും ബട്ടർഫ്ലൈ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും വെച്ച് നിർത്തുന്നു. ബാക്കി ഇതിൻ്റെ പാർട്ട് 2 അടുത്ത് ഞാൻ നാളെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്